ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പഴയകാല ബാല്യകാലമാണ് ഓർമ്മിക്കുന്നത്. പണ്ടൊക്കെ ബാല്യകാലത്ത് വേനലവധി ആയിക്കഴിഞ്ഞാൽ സ്കൂളൊക്കെ അടച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പാടത്തേക്കും പറമ്പിലേക്കും അതേപോലെ തന്നെ ഗ്രൗണ്ടുകളിലേക്കും ഇറങ്ങി അവരുടേതായ ബാല്യകാലം ആസ്വദിച്ചിരുന്നു. വീട്ടിൽ കയറുക തന്നെ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു മുറിയിലിരുന്ന് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും അതേപോലെ തന്നെ ടി വിയും കണ്ട് മൊബൈലും കണ്ട് അവരുടേതായ ബാല്യം അവർ നശിപ്പിക്കുന്നു. പ്രകൃതിയോട് ചേർന്ന് ഇരിക്കുക എന്നതാണ് ബാല്യകാലത്തിലെ ഏറ്റവും വലിയ രസകരമായ അനുഭവം. ഒരു കുട്ടി ആ കുട്ടിയുടെ ബാല്യകാലം ആസ്വദിക്കുന്നത് പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയുടെ ഗന്ധം മനസ്സിലാക്കി പ്രകൃതിയോട് ചേർന്ന് കളിക്കുമ്പോഴാണ് ഏറ്റവും രസകരമായ ബാല്യം ഉണ്ടാവുന്നത്. മാതാപിതാക്കൾക്ക് ഈ കാലത്ത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുട്ടികളെ അവരുടേതായ രീതിയിൽ വിടുന്നു. അത് ഏറ്റവും വലിയ അപകടകരമായ കാര്യമാണ്. കുട്ടികൾ അവരുടേതായ ബാല്യം ആസ്വദിക്കുന്നില്ല. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദിവസം കളഞ്ഞ് ഒരു എനർജിയും വികസിപ്പിക്കാതെ അവരുടേതായ കഴിവുകളെ അവർ നശിപ്പിച്ച് ജീവിക്കുന്നു. എന്തൊരു കാലം! ബാല്യമേ എന്നേക്കും ഓർമ്മകൾ മാത്രം നേരുന്നുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ബാല്യകാലത്തിൻ്റെ സ്മരണകൾ അവർ അനുഭവിക്കട്ടെ. കുട്ടികൾ ബാല്യകാലത്ത് എന്തു ചെയ്തു എന്ന് മുതിർന്ന സമയത്ത് മാത്രമേ അവർ ഓർമ്മയിലേക്ക് കൊണ്ടുവരുള്ളൂ. അവർ ആ കാലത്ത് എന്ത് ചെയ്തു എന്നൊക്കെ ആഘോഷിക്കുന്നത് മുതിർമ്പോഴാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് അവരുടേതായ ബാല്യം കളിച്ചും ചിരിച്ചും അവരുടേതായ രീതികൾ ആഘോഷിക്കുന്നില്ല ഈ കാലത്ത്. പണ്ടൊക്കെ ഒരുപാട് കളികളുണ്ടായിരുന്നു. ഒളിച്ചുകളി, കള്ളനും പോലീസും. അങ്ങനെ കുട്ടികൾ പലതരം മരങ്ങളുടെ മുകളിൽ കയറിയിട്ടാണ് അവരുടേതായ രീതികൾ ആഘോഷിച്ചിരുന്നത്. മാവിൻ്റെ മുകളിലും പ്ലാവിൻ്റെ മുകളിലും അതേപോലെ തന്നെ പേരമരത്തിൻ്റെ മുകളിലൊക്കെ കയറി അവർ ഒളിച്ചിരിക്കുമായിരുന്നു കളികളുടെ ഭാഗമായിട്ട്. ഇന്ന് കാലത്ത് മാവിൻ്റെ മുകളിൽ കയറുക തന്നത് അവർക്ക് അത്ഭുതകരമായൊരു കാര്യമാണ്. അതേപോലെ തന്നെ നാണമാണ്, അതേപോലെ തന്നെ പേടിയാണ്. പണ്ടൊക്കെ മാവിൻ മുകളിലും എല്ലാ മരങ്ങളുടെ മുകളിലും പുളിയുറുമ്പുകളുണ്ടായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ ആ മാവിൻ മുകളിൽ കയറിയിട്ട് അവരുടേതായ രീതിയിൽ മാങ്ങ പൊട്ടിച്ചിട്ട് അവർ ഉപ്പും മുളകും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് അവിടുന്ന് തിന്ന് അതേപോലെ തന്നെ നല്ല രീതിയിൽ ആസ്വദിച്ചിരുന്നു. അതേപോലെ തന്നെ മാവിൻ്റെ മുകളിലെ കയറ് കെട്ടി അതിൽ ഒരു പട്ടയൊക്കെ വെച്ച് ഊഞ്ഞാലാടി അവരുടേതായ ദിവസം ആസ്വദിച്ചിരുന്നു. ഇന്ന് കാലത്ത് ഊഞ്ഞാൽ കെട്ടുക എന്നതുപോലും അവർക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് കാലത്ത് ഊഞ്ഞാൽ എന്ന് പറയുന്നത് അവർക്ക് പാർക്കിലോ അതേപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലത്തെ ഊഞ്ഞാലാണ് അവർ കണ്ടിട്ടുള്ളൂ. പഴയകാലം എത്ര മനോഹരമായിരുന്നു! പഴയകാലം ഓർമ്മിക്കാൻ വേണ്ടി ഒരു മനോഹരമായ ഒരു പാട്ട് ഉണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവിധ ബാല്യകാല സ്മരണകളും നമുക്ക് ഓർമ്മ വരും. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തുടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തുടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. ഈ പാട്ടാണ് പഴയകാല ബാല്യകാല ഓർമ്മകൾ നമുക്ക് സ്മരണകൾ വരാൻ ഏറ്റവും നല്ല പാട്ട്. ഈ പാട്ടിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. ഇപ്പോൾ മാവിൻ്റെ മുകളിലും അതേപോലെ തന്നെ പ്ലാവിൻ്റെ മുകളിൽ കയറുന്നത് ബംഗാളികളാണ്. ഈ ബംഗാളികളാണ് ഇപ്പോഴത്തെ ഈ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയിൽ തന്നെ മാങ്ങ പൊട്ടിച്ച് നമുക്ക് തരുന്നു. അതേപോലെ തന്നെ ബാക്കി വരുന്ന മാങ്ങകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് കാക്കകളും അതേപോലെ തന്നെ കിളികളും പക്ഷികളും കൊത്താതെ നമുക്ക് തന്ന് ബാക്കിയുള്ളവ മാർക്കറ്റിൽ പോയി വിറ്റ് കാശാക്കി
നമുക്ക് അതിൻ്റെ വരുമാനം നമുക്ക് നൽകുന്നു. ഒരു മാവ് വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് മാങ്ങകൾ ലഭിക്കും. അങ്ങനെ ഒരുപാട് മാങ്ങകൾ ലഭിച്ചാൽ അവരത് വിറ്റ് കാശാക്കിയിട്ട് നമുക്ക് കാശ് തരും, നമുക്കൊരു വരുമാനം ഉണ്ടാവും. അതേപോലെ തന്നെ അവർക്കും കൂലി കൊടുത്തു അവർക്കും സന്തോഷകരമാവും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ. ബാല്യകാലത്തിലെ ഓരോ കുട്ടികളും അവരുടേതായ ബാല്യം ആസ്വദിക്കണം. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ജീവിതത്തിലെ കാര്യങ്ങൾ മനസ്സിലാകാതെ പോകും. എല്ലാവർക്കും ഓരോ ബാല്യകാലമുണ്ട്. ആ ബാല്യകാലം കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും അതേപോലെ തന്നെ കൂട്ടുകൂടിയും പലതരം കളികളിലും ഏർപ്പെട്ടും പ്രകൃതിപരമായ രീതിയിൽ ചേർന്നും നമ്മൾ ആസ്വദിക്കണം. ഇപ്പോൾ ഒരു കുട്ടി മഴയത്തോ വെയിലത്തോ മഞ്ഞത്തോ ഇറങ്ങാതെ എല്ലാവരും വീട്ടിൽ അടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ, മഴയത്ത് പോയി കഴിഞ്ഞാൽ പനി വരും, ചുമ വരും, വെയിലത്ത് പോയി കഴിഞ്ഞാൽ അസുഖം വരും എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും കുട്ടികളെ വീട്ടിൻ്റെ ഉള്ളിൽ തടങ്കലിട്ടിരിക്കുകയാണ്. ഇതൊക്കെ മാറ്റി എല്ലാവരും കുട്ടികളെ അവരുടേതായ ബാല്യകാലം ആസ്വദിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. അല്ലെങ്കിൽ കുട്ടികൾ ഒരുപാട് വഴിതെറ്റിപ്പോകുന്നു. അവർ പല അസന്മാർഗ മാർഗത്തിലൂടെ പോയി അവരുടേതായ രീതികൾ മാറിപ്പോകുന്നു. അങ്ങനെ നല്ലൊരു ബാല്യകാലം ആശംസിച്ചുകൊണ്ട് എന്നിതാ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.